നമസ്കാരം. ഞങ്ങൾ സാധാരണ 300 ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അതിലും നല്ല കുടുംബത്തിൽ ജന്മം ലഭിക്കണമെങ്കിൽ വളരെയധികം പുണ്യം ചെയ്തിരിക്കണം. അങ്ങനെ നെല്ലൈ കൃഷ്ണമൂർത്തി സാറുടെ മകളായിട്ട് ജനിക്കാൻ ഈ വലിയ സംഗീത കുടുംബത്തിൽ മുത്തയ്യ ഭാഗവതരുടെ പേരക്കുട്ടിയായിട്ടും നെല്ലൈ കൃഷ്ണമൂർത്തി സാറിൻ്റെ മകളായിട്ടും ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ഞങ്ങളെല്ലാവരും തന്നെ വളരെ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അച്ഛൻ എപ്പോഴും പാടുന്നത് കേട്ടുള്ള ജീവിതമാണ് ഞങ്ങളുടെ. അച്ഛൻ ഞങ്ങൾ 5 പേർക്കും വിവിധ തരത്തിലുള്ള സംഗീത മേഖലയിലാണ് ഞങ്ങളിട്ടത്. ഞാൻ കുഞ്ഞുമഴയ്ക്കിന്ന് വീണ പഠിച്ചിട്ടുണ്ട്. ഐ എം എ വീണ പ്ലെയർ. അനിയൻ വയലിൻ. അതിന് അടുത്ത അനിയത്തി ജയലക്ഷ്മി പാട്ടും വീണയും, സരസ്വതി പാട്ടും വീണയും. ഒടുവിലത്തെ അനിയൻ അവൻ മൃദംഗമാണ് പഠിച്ചത് എങ്കിലും നല്ല എല്ലാ വിധത്തിലുള്ള പെർക്കഷൻ വാദ്യങ്ങളും വായിക്കും. അതായത് തബല, കോങ്കോ ഡ്രം, റിതം കമ്പോസർ എല്ലാം തന്നെ വായിക്കും. പിന്നെ ഞങ്ങളെ എല്ലാവർക്കും തന്നെ എല്ലാ ഇൻസ്ട്രുമെൻസും ഞങ്ങൾക്ക് മേടിച്ച് തന്നിട്ടുണ്ട്. അവരവർക്ക് വേണ്ട ഇൻസ്ട്രുമെൻസൊക്കെ തന്നെ ഒരുപാട് മേടിച്ച് തന്നിട്ടുണ്ട്. അതിലും മധുരയിൽ നിന്ന് ഘടം മേടിച്ചുകൊണ്ട് വരും. അതുപോലെ സ്റ്റാഡിവാലിയസ് വയലിൻ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഉച്ച വെയിലത്ത് അദ്ദേഹം പോയി സൈക്കിളിൽ പോയി മേടിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അത്ര ആഗ്രഹമാണ് അദ്ദേഹത്തിന്. അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയാലും എന്ത് ഒരു വ്യത്യാസവും ഇല്ലാണ്ട് എല്ലാ കുട്ടികൾക്കും പ്രത്യേകമായിട്ട് രാഗം പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്താ എല്ലാവർക്കും ഒരുപോലെ പറഞ്ഞു തിരിച്ച് പാടിയാൽ പോരെ എന്ന് ചോദിച്ചു. ഞാനത് റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അദ്ദേഹം ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത ഇത് അവർ അങ്ങനെ തന്നെ ആ സംഗതി അങ്ങനെ തന്നെ പാടണം. അതിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വരം പാടി അവരെ കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട്. അത്രത്തോളം നല്ലോണം ഓരോരുത്തർക്കായിട്ട് തന്നെ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും നല്ല പാട്ടുകാരാക്കി കൊണ്ടുവരണം എന്നുള്ള ഒരു സിൻസിയറിറ്റി അദ്ദേഹത്തിന് ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ വീട്ടിലും ഒരുപാട് കുട്ടികൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഊണ് കൊടുത്ത് അദ്ദേഹം പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ അക്കാഡമിയിൽ ഭരിക്കുമ്പോഴും അതെ, എല്ലാവർക്കും കണ്ണിൽ കാണാത്തതും ചിന്തയിൽപ്പെടാത്തതുമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് കേട്ടു. അതായത് അക്കാഡമിയിലെ ഹാളിൻ്റെ അടുത്തുള്ള ആ കെട്ടിടം അത് വെറുതെ കിടക്കുകയായിരുന്നു. അത് ഒരുപാട് കാലമായിട്ട് വെറുതെ കിടക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഉടനെ അവിടെ ഗേൾസിൻ്റെ കോളേജ് റൂം കിട്ടി. അവർക്ക് ഗേൾസിൻ്റെ ഇതിൽ ശരിയാക്കി കൊടുത്തു. ഉടനെ ആ എൻജിനീയറെ കൊണ്ട് താൻ കൂടെ ഇരുന്ന് വരപ്പിച്ച് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ചെന്ന് നോക്കും. അങ്ങനെ ആ വലിയ റൂംസായിട്ട് കിട്ടി. ടീച്ചേഴ്സിന് റൂം തയ്യാറാക്കി എല്ലാം ചെയ്തു. ആ ഇതിന് സാങ്ഷൻ മേടിക്കുമ്പോൾ തന്നെ ഹോസ്റ്റലിൻ്റെ സാങ്ഷനും മേടിച്ചു. കാരണം അപ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മ്യൂസിക് കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല. ഒരു ഹോസ്റ്റലിലും അവർക്ക് സ്ഥലം കൊടുക്കത്തില്ല. അതായത് ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കൊടുക്കത്തില്ല. അത് കാരണം അവർക്ക് വളരെ ലോ സ്റ്റാൻഡേർഡ് ഹോസ്റ്റലിലൊക്കെ ഇരിക്കേണ്ടി വരുന്നു. അത് കാരണം അതും മേടിച്ചു. അതും കെട്ടണം, എങ്ങനെ കെട്ടണം എന്ന് പറഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ ഗേൾസിന് ഹോസ്റ്റൽ കെട്ടിയിട്ട് റെസിഡൻഷ്യൽ ഏരിയയിൽ ഗേറ്റ് വയ്ക്കണം. എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണമെങ്കിൽ പേടിക്കാണ്ട് പോയിട്ട് വരാം. പിന്നെ അകത്തുകൂടെ കോളേജിലേക്ക് വരാൻ ഒരു വാതിൽ വെക്കണം. പിന്നെ ഇപ്പുറത്ത് നല്ല വലിയ മതിൽ വെച്ച് തടുക്കണം. നല്ല സേഫ്റ്റി വേണം.
പിന്നെ പിന്നിൽ ബോയ്സിന് ഹോസ്റ്റൽ കിട്ടി. റൈറ്റ് സൈഡിൽ ഗേറ്റ് വെച്ചാൽ ഇതിൽ ജെൻസ് ലോഡ്ജായാലും കുഴപ്പമില്ല, അവർ റോഡ് ചുറ്റിയിട്ട് കോളേജിലേക്ക് വരാം. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും ആ കുഴിയിൽ തന്നെ ഗേൾസിന് ഹോസ്റ്റൽ കെട്ടിയിട്ടുണ്ട്. ഇവിടെ വാതിലും വെച്ചിട്ടുണ്ട് കോളേജിനകത്ത് വരാൻ. പക്ഷേ ഇപ്പുറത്ത് മതിൽ കെട്ടി സേഫ്റ്റി ചെയ്തിട്ടില്ല, കാട് പോലെ കിടക്കുന്നു. അച്ഛന് റിട്ടയർ ആയതുകൊണ്ട് അത് എടുത്ത് ചാലക്കുടി സാറുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ഉടൻ തന്നെ നിറവേറ്റിക്കണം, ഇല്ലെങ്കിൽ പെൻഡിങ്ങിൽ നിന്നു പോകും എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഉടനെ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് വന്നു. പിന്നീട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല, പെൻഷനായിപ്പോയി. കൂടെ 2 വർഷം കൂടെ കൊടുത്തിരുന്നെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ചെയ്തിട്ട് വന്നിരിക്കുമായിരുന്നു. അതേപോലെ തന്നെ അപ്പുവില്ലാന്ന ഒരാൾ ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വീണയൊക്കെ നന്നാക്കാനൊക്കെ വരും. അങ്ങനെ അക്കാഡമിയിൽ വീണയും പിന്നെ വയലിനും എല്ലാം നേരാക്കാൻ അയാൾ വരും. അപ്പോൾ അച്ഛൻ വിചാരിച്ചു, ഇയാളിങ്ങനെ വന്ന് എന്തിനാ പോകുന്നത്, അയാൾക്ക് പെർമനൻ്റായിട്ട് അവിടെ ഒരു ജോലി കൊടുക്കും, ഇവിടെ ഒരു മെക്കാനിസം വേണമല്ലോ. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഒരുപാടുണ്ട്, വീണയുണ്ട്, വയലിനുണ്ട്, എല്ലാം നേരാക്കണം. അതിന് വേണ്ടിയിട്ട് അയാളെ അവിടെ ഗവൺമെൻറ്റിൽ സംസാരിച്ച് പെർമനൻ്റായിട്ട് ഒരു പോസ്റ്റ് കൊടുത്ത് അയാൾക്ക് പെൻഷനബിൾ സർവീസ് ആക്കി കൊടുത്തു. ഇങ്ങനെ അദ്ദേഹം ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അന്ന് വേണു പറഞ്ഞതുപോലെ, നീ കയ്യെടുത്ത് പോടാ, യാർ തടുക്കറാപ്പാക്കറേ പോടേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സമയം നോക്കാണ്ട് പഠിപ്പിക്കും. 9:30 മണിക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഒരു 1 മണി വരെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. മുകളിലത്തെ മുറിയിലാണ് പഠിപ്പിക്കുന്നത് വീട്ടിൽ. അപ്പോൾ അമ്മയ്ക്ക് വളരെ വെപ്രാളമായിട്ട് പറയും, അയ്യോ കാലത്തിന്ന് പാടിക്കൊണ്ടിരിക്കണം, തൊണ്ട ഉണങ്ങിപ്പോയിട്ടുണ്ട്, ഒന്ന് പോയി കോട്ടറിക്കൊണ്ടേ. അപ്പോൾ ഞാൻ ചെന്നിട്ട് അപ്പാ 1 മണിയായി അച്ഛി എന്ന് പറഞ്ഞു. 1 മണി എടുത്താ, അതിന് ശേഷമേ ഇറങ്ങി വരിക. അങ്ങനെ ഒരു ഇതാണ്. അത്രത്തോളം സ്നേഹമുള്ള ആളാണ്, അത്രത്തോളം സിൻസിയറിറ്റി ഉള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൗർണമി തോറും പൂജ ചെയ്യാറുണ്ട്. പൂജ ചെയ്യുമ്പോൾ പൗർണമിയിൽ സംഗീതോത്സവം എന്ന് പറയണമുണ്ട്. അത് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഇരുന്ന് പാടും. അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന കീർത്തനകളൊക്കെ ഞങ്ങളും അച്ഛൻ്റെ കൂടെ പാടും. പിന്നെ പഴയ ഇതൊക്കെ അറിയാത്ത കീർത്തനകൾ ചിലതൊക്കെ അപ്പോൾ അമ്മയ്ക്ക് നല്ലോണം അറിയും. അമ്മ അച്ഛൻ്റെ കൂടെ ചേർന്ന് പാടും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുമ്പോൾ അതിൽ ചില കീർത്തനങ്ങളുണ്ട്. ശ്രീലളിതേ, അങ്ങനെ ഒരു കീർത്തനം. പിന്നെ കാമേശ്വരി ശ്രീ കാമാക്ഷി ഗൗരി, ഈ കീർത്തനങ്ങളൊക്കെ അച്ഛൻ പാടുമ്പോഴുണ്ടല്ലോ, നമ്മളെ തന്നെ മറന്ന് ദേവി നമ്മുടെ എതിരെ വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ടാകും. അത്ര ഒരു ഇതാണ്. അതുപോലെ അദ്ദേഹം പറയുന്ന അന്ന് വന്ന് നമസ്കരിക്കുന്ന ആൾക്കാർക്കൊക്കെ അദ്ദേഹം അനുഗ്രഹിക്കുമ്പോഴുണ്ടല്ലോ, അവർക്ക് അവരുടെ പ്രാർത്ഥനയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കും. അങ്ങനെ ഒരു അദ്ദേഹത്തിന് അനുഗ്രഹിച്ചാൽ, അദ്ദേഹം പറഞ്ഞാൽ ഫലിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് യേശുദാസിൻ്റെ. അതായത് 1960 യേശുദാസ് പഠിക്കുന്ന കാലത്ത് കോളേജ് ഡേക്ക് അപ്പോഴാണ് കന്യാദാൻ എന്ന ഹിന്ദി സിനിമ റിലീസായിരുന്നത്. അപ്പോൾ അന്ന് കോളേജ് ഡേക്ക് പാടി ലിഖേ ജോ ഖത്ത് ജി തു മേരി യാദ് മേ എന്ന ഒരു പാട്ട് ഹിന്ദി പാട്ട് പാടി. അന്ന് അത് കേട്ട ഉടനെ അച്ഛന് വളരെ സന്തോഷമായി. അപ്പോൾ യേശുങ്കവാ உன்னோட வாய்ஸு ஃபிலிமுக்கு ரொம்ப நல்ல உத்தமமான வாய்ஸு, நீ அதில் சேர்ந்தேன்னா அமோகமாக வருவாய் എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോയി കിട്ടിയിട്ടില്ല. പിന്നെ കൊച്ചിക്ക് അച്ഛൻ കച്ചേരിക്ക് പോയപ്പോഴും തമ്പുരായിട്ട് അച്ഛൻ്റെ കൂടെ പാടിയിട്ടുണ്ടായിരുന്നു.
அப்போ ചോദിച്ചു என்னடா இன்னொருக்கு இன்னும் கிடைக்கலையா? யாரும் ஹெல்ப் பண்ணல சார். உங்கள் கிறிஸ்டின் அசோசியேஷனில் சொல்லி ஹெல்ப் பண்ண கேட்கலன்னு கிடைக்கலையா? கிடைக்கல സാർ, ആരുമേ ഹെൽപ്പ് பண்ண മാട്ടേങ്கிறா സാർ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് സന്ദർഭം വന്ന് അദ്ദേഹം വലിയ പാട്ടുകാരനായി. പക്ഷേ ഇന്ന് കേരളത്തിൽ എല്ലാവരും ദാസേട്ടൻ വരണം എന്ന് പറയുന്ന അത്രത്തോളം അമോഘമായ രീതിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അത് സൂര്യ എന്ന ക്ലബിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മാത്രമല്ല എപ്പോഴും ഈ പല്ലവി പാടുന്നത് പരമാനന്ദ സാഗരനിലയേ, അതിലൊരു നിറവൽ പാടും. അതേപോലെ ദ്രോണകർണ ദുര്യോധനാദിഹര, ഈ നിറവലുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതായിരിക്കും, ഭക്തി, അങ്ങനെ ലയിച്ച് പാടും. അതേപോലെ തന്നെ ലയിച്ച് പാടുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അലിഞ്ഞുള്ള ഏത് മൂളി പാടുമ്പോഴും നല്ല വിട്ട് പാടുന്ന ഒരു സ്വഭാവം, അത് പതുങ്ങുകയോ രത്നാകരൻ സാർ പറഞ്ഞതുപോലെ നല്ല തുറന്നു പാടുന്ന ഒരു സ്വഭാവം, അത് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാടുന്നത് കേട്ട് 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 മാത്രമല്ല അദ്ദേഹം എപ്പോഴും അനിയന് വയലിൻ പഠിപ്പിക്കുമ്പോൾ പാടുന്നത് കേട്ടും കുഞ്ഞമ്മയ്ക്കും ചിന്നനാക്കും പഠിപ്പിക്കുന്നത് കേട്ടും ഇങ്ങനെയാണ് ഞങ്ങൾ പാട്ട് കൂടുതലും പഠിക്കുകയും ചെയ്തത്. അത്രത്തോളം സംഗീതത്തിന് വേണ്ടി ജീവിച്ച് സംഗീതത്തിൽ തന്നെ മുഴുകിയിരുന്ന ഒരു ഭക്തിമാനായ ഒരു വ്യക്തിയാണ് അച്ഛനായിട്ട് കിട്ടിയത് എന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. പിന്നെ ഇനി ഏത് ജന്മം എടുത്താലും ആ അച്ഛൻ്റെ മകളായിട്ട് തന്നെ ജനിക്കണം എന്നൊരു പ്രാർത്ഥനയും കൂടി എനിക്കുണ്ട്. തിരുവാരൂരിൽ ജനിച്ചത് കൊണ്ട് മാത്രമേ ജനനം ഇല്ല എന്ന് പറയാനല്ല, ഇങ്ങനെ പാടി അതിൽ ലയിച്ച് ദൈവീകമായി നിൽക്കുന്ന ഒരു സംഗീതജ്ഞന് തീർച്ചയായിട്ടും മോക്ഷപ്രദം. അതുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം ഭീഷ്മ ഏകാദശിയിൽ വിഷ്ണുപദം കിട്ടിയത്. நான் சொர்ணலதா சுப்பிரமணியன், எக்ஸிக்யூட்டிவ் டைரக்டர் ஆஃப் த வெரேனி மியூசிக் ட்ரஸ்ட், டெல்லி. நெல்லி கிருஷ்ணமூர்த்தி அவர்கள் ஒரு மிகச்சிறந்த ஒரு லெஜெண்டு. அவரை பற்றி சொல்லணுன்னாக்கா பல நாள் எடுக்கும், அவ்வளவு சிறப்பு மிக்கவர் அவர். ஒவ்வொரு வருடமும் சென்னைக்கு வந்து மியூசிக் அகாடமியில் பல சபாக்களில் டிசம்பர் சீசனில் வருவார். அப்பொழுது என்னுடைய தகப்பனார் கணேசன் அவர்கள் அவரை சென்று அழைத்து கொண்டு வருவார். நாங்கள் கிருஷ்ணமூர்த்தி மாமா வரார் அப்படின்னு சொல்லி ரொம்ப சந்தோஷப்படுவோம். அவருடைய பாட்டுகள் எல்லாம் மிகச்சிறப்பாக நாங்கள் அவர்கிட்டேருந்து கற்றுப்போம். அவர் எங்களுக்கு சண்முகப்பிரியா சத்யதேவியா என்ற பாடலை, அது மிகவும் ரேர் பாட்டு தான், முத்தியா பாகதரோடது, அதெல்லாம் சொல்லிக் கொடுப்பார் எங்களுக்கு. ராகங்கள்லாம் எப்படி இது பண்ணணும் அப்படின்ட்டு ரொம்ப அழகாக சொல்லிக் கொடுப்பார், அதை எப்படி டெவலப் பண்ணணும் அப்படின்ட்டு. அவர் சுவாதி திருநாள் மியூசிக் காலேஜில் பிரின்சிபாலாக இருந்து மிக பல ஸ்டூடெண்ட்ஸில் அவர் தயார் பண்ணியிருக்கிறார். அது மட்டும் இல்லை, ஒவ்வொரு வருடமும் நாங்கள் திருவேண்டரம் சென்று அங்கு அவருடன் தங்கி பலவிதமான பாடல்களை கேட்டு கற்றுக்கொண்டு இது எங்களுக்கு அவர் உறவும் ஆகுவார். அதனால் அவர் முத்தியா பகதூருடைய பிரதான சிஷ்யன் ஆவார். அவருடைய மருமான் நெவ்யவும் ஆவார். அதனால் அவர் கூடயே இருந்து அவர் முத்தியாபகதூர் கீர்த்தனைகளுக்கு அவர்தான் அத்தாரிட்டி என்று கூட சொல்லலாம். அப்படியே ஒரு சிறப்பு மிக்கவர் அவர்.
அவருடைய இந்த சென்டினரி செலிப்ரேஷன்ஸ் அவருடைய குழந்தைகள் எல்லாம் மிகவும் அழகாக சிறப்பாக கொண்டாடுகிறார்கள். அதை கேட்கும் பொழுது ரொம்ப சந்தோஷமாக இருக்கிறது. சென்டினரி செலிப்ரேஷன்ஸ் மட்டுமல்லாமல் ஒவ்வொரு வருடமும் அவருடைய டே மிகவும் நன்றாக சிறப்பாக கொண்டாட வேண்டும். பல குழந்தைகள் நன்றாக பாட வேண்டும். அப்புறம் முத்தியாபாதரின் பாடல்களை எல்லாம் நன்றாக, ஏன்னா நிறைய கீர்த்தனைகள் இருக்கிறது, அது எல்லாருக்கும் தெரியாது. அவரை போல ஒருவர் நிறைய பாடி எல்லாம் வச்சிருப்பார். அதனால் அதெல்லாம் கேட்டு குழந்தைகள்லாம் நல்லா கற்றுண்டு வரணும். அதெல்லாம் நாங்கள் இது மாதிரி வேண்டிக்கிறோம். நமஸ்காரம். வந்தன்.